സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി നിൽക്കുന്ന ഒരവസ്ഥ നോക്കൂ നിങ്ങൾ. ദീനിന്റെ കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിലേക്കൊക്കെ എത്തിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഷഹാന എന്ന് പറയുന്ന 31 വയസ്സുള്ള ഒരു സഹോദരി, ഒരു പെണ്ണ്, എന്റെ പ്രിയമുള്ളവരെ, ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ട്യൂഷനാക്കാൻ വേണ്ടി സ്കൂൾ വിട്ടു വന്ന് വൈകുന്നേരം ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ പിന്നീട് അയൽവാസികളൊക്കെ വീട്ടിൽ നിന്ന് വളരെയധികം വല്ലാത്തൊരു ശബ്ദം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചറ കൂടുന്ന ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ചൂടാവുന്ന ശബ്ദങ്ങളൊക്കെ, അതിന്റെ നിലവിളി കേൾക്കുന്നുണ്ട്, എല്ലാമുണ്ട്. അവിടുത്തെ കൗൺസിലറൊക്കെ നാട്ടുകാരെല്ലാവരും കൂടി ബന്ധപ്പെട്ടവരൊക്കെ വിവരം അറിയിച്ചപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ആ വീട്ടിനകത്ത് കണ്ടത്, പിന്നീട് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ഷഹാന എന്ന് പറയുന്ന ഈ സഹോദരി കോണിയുടെ അജിലിങ്ങനെ തൂങ്ങിയിട്ട് മരിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. സുഹൃത്ത് എന്ന് പറയുന്ന ഒരു ഹൈന്ദവനായ സഹോദരൻ ആ വീട്ടിന്റെ ഉള്ളിലുമുണ്ട്. ആ ചങ്ങാതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ സ്വന്തമായിട്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത്, സഹോദരി ആത്മഹത്യ ചെയ്തു എന്ന രൂപത്തിൽ തന്നെയാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് എന്നറിയാൻ കഴിഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ വന്നാലും എന്റെ പ്രിയമുള്ളവരെ, അവിടെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചിന്തിക്കാനുണ്ട്. ഈ 31 വയസ്സുള്ള ഷഹാന എന്ന് പറയുന്ന ഈ സഹോദരി അവിടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞുകൊണ്ട് ഭർത്താവിൽ നിന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി അവസാനത്ത് കേസായിട്ട് പിന്നീട് പിരിഞ്ഞു നിൽക്കുന്ന ഒരു സഹോദരിയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നീട് കുട്ടിയുമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ ഈ ഒരു സംഭവം നടക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടൊക്കെ ഈ അരുണ് എന്ന് പറയുന്ന ഈ ചങ്ങാതിയുമായിട്ട് ഈ പെൺകുട്ടി ഷഹാന ആദ്യ സമയത്ത് പ്രണയത്തിലായിരുന്നു എന്നാണ്. പിന്നെ അതൊക്കെ വീട്ടുകാരൊക്കെ നിരസിച്ചു. പിന്നെ വീട്ടുകാർ നിർബന്ധപ്രകാരമാണ് അത്രയും വിവാഹം കഴിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അരുണിനെയൊക്കെ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് അതൊന്നും പെൺകുട്ടികൾക്ക് ഒരു വിഷയമല്ല. ആ ഒരു അവസ്ഥ, സാഹചര്യത്തിലേക്ക് നമ്മളും നമ്മുടെ മക്കളൊക്കെ സമൂഹം എത്തപ്പെടാൻ അതെവിടെയാണ്, ഇങ്ങനെ അവിടെ നിക്കാഹ് സ്വഹിയാകുന്നത്, മരിക്കുന്നത് വരെ പിന്നെ വ്യഭിചാരമല്ലേ നടക്കുന്നത്? അതാരെങ്കിലും ഓർക്കുന്നുണ്ടോ? പല ആളുകളും ചോദിക്കുകയാണ്, എന്താണ് നമ്മളെ മതത്തിനനുസരിച്ച് നമുക്ക് ജീവിച്ചൂടെ, അവനിക്കെന്താ അവന്റെ മതത്തിനനുസരിച്ച് ജീവിച്ചൂടെ? അതിനൊക്കെ പുതിയ പുതിയ പേരുകൾ ഇന്ന് നമ്മളിങ്ങനെ കണ്ടുപിടിച്ചതൊക്കെ ഓക്കെയാണ് എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുകയാണ്. ആൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ഏതോ ഒരു ഹൈന്ദവ പെൺകുട്ടിയെ അല്ലെങ്കിൽ ക്രൈസ്തവ പെൺകുട്ടിയെ. ഇന്ന് പെൺകുട്ടികൾക്ക് ഇഷ്ടം ഹൈന്ദവരായ, ക്രൈസ്തവരായ മറ്റുള്ള ആൺകുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതൊന്നും പ്രശ്നമല്ല എന്നുള്ള രൂപത്തിലേക്ക് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ചിന്തയും മൈൻഡും എത്തപ്പെടാൻ ഇവിടേക്ക് എന്റെ പ്രിയമുള്ളവരെ ഹറാമാണ്, വ്യഭിചാരമാണ് നടന്നു വരുന്നത്, കടന്നു വരുന്നത് എന്ന് ഈ പറയുന്ന മക്കളാർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിനാ പറയുന്ന ധാർമ്മികമായൊരു ബോധം വേണം, ഒരു ബർക്കത്ത് ജീവിതത്തിൽ വേണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നല്ല രൂപത്തിൽ നമ്മൾ വളർത്തണം. ആദ്യം നമ്മളെ നന്നാകണം, അപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളും നന്നാകുന്നത്. നമ്മൾ നല്ല രൂപത്തിൽ നടക്കും, നല്ല രൂപത്തിൽ ചെയ്ത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തുടക്കം മുതൽക്ക് നമ്മൾ അങ്ങനെ ഇസ്സത്തോടു കൂടെയുള്ള ജീവിതം നമ്മൾ നയിച്ചാൽ, റബ്ബിനോട് അവന്റെ റഹ്മത്തും ബർക്കത്തും നമ്മൾ ചോദിച്ച് അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന് അങ്ങനെ ഒരു ജീവിതം നമ്മൾ നയിച്ചാൽ ഭാവിയിൽ നമുക്കുണ്ടാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളും അതുപോലെ നല്ല മക്കളായിട്ട് മാറും. മനസ്സിലാക്കണം. അല്ലെങ്കിലോ നമ്മൾക്ക് വയസ്സാം കാലത്ത് നിസ്കാരവും കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവുക. അതുവരെ നമ്മളും ഹറാമിന്റെ പേക്കൂത്തുകളിലൂടെ കടന്നുപോയ ആളുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിപിടിപ്പിക്കും. നമുക്കറിയാം, വുളൂ എടുക്കുക എന്ന് പറയുന്ന വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തൊഹൂറായ വെള്ളമാണ്. വുളൂ എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ശുദ്ധിയാക്കലാണ്, അല്ലെ? ശുദ്ധിയാക്കാൻ വേണ്ടി എടുക്കാൻ പറഞ്ഞ തൊഹൂറായ വെള്ളമാണ്. നമ്മൾ തൊഹൂറാവണം. നമ്മൾ തൊഹൂറായാലേ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ കുട്ടികളാകട്ടെ, ആരാകട്ടെ, അവരെ നന്നാക്കി എടുക്കാനും അവരെ നന്മ രൂപത്തിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ മുഴുവൻ സമയത്ത് സീരിയലിന്റെയും സിനിമയുടെയും റീൽസിന്റെയും പിറകെയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളും കണ്ടു വളരുന്നത്, കേട്ട് വളരുന്നത് റീൽസും സിനിമയും സീരിയലും ഒക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ അതുപോലെ നമ്മുടെ കുട്ടികളുടെ മൈൻഡുമായി തീരും. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നല്ല രൂപത്തിലാക്കുക എന്ന് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാരും മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ മാതാപിതാക്കളായി സഹോദരിയുടെ മാതാപിതാക്കൾ അവിടുന്ന് പറയുന്നുണ്ട്, അവിടുന്ന് പറയണം, എന്റെ മകൾ അങ്ങനെ ചെയ്യില്ല, എന്റെ മകൾ അങ്ങനെ ചെയ്യില്ല, അവൾ ആരെങ്കിലും അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് അവിടുന്ന് ആ ഉമ്മ ഇരുന്നിട്ട് പറയുന്നത്, മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കണ്ണനിടയായി കരയാണ് ഉമ്മ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ കരയാൻ വേണ്ടി ആരാണ് അവിടെ ഉള്ളത്? ഈ പ്രിയപ്പെട്ട ഉമ്മയല്ലാതെ ആരാണുള്ളത്? സ്വന്തം മക്കള് വഴിപിഴച്ചു പോകുമ്പോ പറയും, മോളെ നീ അത് ചെയ്യരുത് എന്ന് കരഞ്ഞിട്ട് സങ്കടത്തോടു കൂടെ ഉമ്മ പറയുമ്പോ ആ ഉമ്മാന്റെ വാക്ക് കേൾക്കാൻ
കേൾക്കാൻ അങ്ങനെയുള്ള സഹോദരിമാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ, അവരൊന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോയി ജീവിതം മുഴുവനും നഷ്ടപ്പെട്ടിട്ട് അവരുടെ ഒരു കയറിലോ ഒരു വിശക്കുപ്പിയിലോ ബ്ലേഡിലോ ജീവിതം അവസാനിപ്പിക്കുമ്പോ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ആണും പെണ്ണും ഇറങ്ങി ചെന്നിട്ട് ഇങ്ങനെ നടക്കുമ്പോ പിന്നീട് ഇവിടെ കരയാനുള്ളത് അവരെ ഓർത്തിട്ടൊന്ന് സങ്കടപ്പെടാൻ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ ആരാണുള്ളത്? ഇങ്ങി ജീവിച്ചിരുന്ന അപ്പോ ആ ചങ്ങാതി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, ഞാനും അവളും വഴക്കായി, ആ സമയത്ത് ഞാൻ അവളെ അടിച്ചിട്ടുണ്ട്, അവള് ഓണിയുടെ അതിൽ കെട്ടിയിട്ട് പിന്നെ താഴേക്ക് വീണിട്ടുണ്ട്, ചാടിയിട്ടുണ്ട്. അപ്പൊ മരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നീ അതെന്ന് തടയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ മിണ്ടുന്നില്ല. അവൻ നോക്കി നിന്നു. എന്ത്? ഈ പെണ്ണ് ഷഹാന എന്ന് പറയുന്ന ഈ പെണ്ണും പെടഞ്ഞ് മരിക്കുന്ന സാഹചര്യം അത് കണ്ട് ആസ്വദിച്ചവൻ, അത് കണ്ടവൻ സന്തോഷിച്ചു. എന്റെ പ്രിയമുള്ളവരെ, എവിടെയാണ് അവിടെ സ്നേഹമുള്ളത്? പ്രേമത്തിനായിരുന്നു, സ്നേഹത്തിലായിരുന്നു എന്ന് അവിടുന്ന് അവർ പറയുന്നുണ്ടല്ലോ. എവിടെയാണ് സ്നേഹമുള്ളതപ്പോ? ഇതൊക്കെ എന്തായിരുന്നു? സ്നേഹത്തിന്റെ പുറമെ എന്തായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയണം. ഈ ചെറുപ്പക്കാരന്റെ ഈ പ്രതിയായി കിടക്കുന്ന അറസ്റ്റ് ചെയ്തവന്റെ പേര് പോലും പുറത്തുവിടാൻ ഇന്ന് മാധ്യമങ്ങൾ മടി കാണിക്കുകയാണ്. കാരണം എന്താ? അവൻ ഹിന്ദുവാണ്, അവൻ ഹൈന്ദവനാണ്, എന്നാലോ ഇവിടെ മുസ്ലിമാണ് പെണ്ണ്. നേരെ മറിച്ച് തിരിച്ചായിരുന്നെങ്കിൽ ഒരു ഹൈന്ദവയായ പെണ്ണും ഒരു മുസ്ലിം അല്ലാത്തൊരു പെണ്ണ് ഇവിടെ മുസ്ലിമായ ചെറുപ്പക്കാരനാണ് പ്രതിയെങ്കിൽ മാധ്യമങ്ങളും ചില ആളുകളും ഒക്കെ അത് എടുത്ത് പറഞ്ഞ് വളരെ ആളുകൾക്ക് ചിരിക്കാനും പറയാനും അതിനെ നിയമത്തിന്റെ മുമ്പിൽ പല രൂപത്തിൽ എത്തിക്കാനും ഇന്ന് ആളുകൾ സോഷ്യൽ മീഡിയ കിടന്ന് നിരങ്ങുന്നത് നമ്മൾ കാണുമായിരുന്നു. ഇവിടൊക്കെ ഇരട്ടത്താപ്പുകൾ വരികയാണ്, ഇവിടൊക്കെ ഇരട്ടത്താപ്പുകൾ വരികയാണ്. ഈ കേസിനെ ആർക്കും മുമ്പിലേക്ക് കൊണ്ടുവരാതെ പല ആളുകളും ഇങ്ങനെ പല രൂപത്തിൽ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? പ്രതി അവിടെ മുസ്ലിം അല്ലാത്തത് കൊണ്ട്, പ്രതിയാണ് മുസ്ലിം അല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഇരട്ടത്താപ്പിലേക്ക് ചിന്തയും മൈൻഡും ഇന്ന് നിയമവും മാധ്യമങ്ങളും തിരിച്ചറിയുന്നു. അവരൊക്കെ അതിലേക്ക് പോകുന്നു എന്നാണ് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടൊക്കെ സങ്കടം ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഈ മരിച്ച പെണ്ണ് ഷഹാന എന്ന് പറയുന്ന ഈ പെണ്ണിനെ നഷ്ടമായത് അവളുടെ ജീവനാണ്. ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ചെറിയൊരു കുട്ടി, ആ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ ഉമ്മയുടെ മയ്യത്തായിരിക്കില്ലേ കാണുന്നത്? ഉമ്മ മരിച്ചു എന്നല്ലേ കാണുന്നത്? ആ പെണ്ണ് അവിടുന്ന് ബന്ധപ്പെട്ട ആരൊക്കെയോ വാതിൽ തുറന്നിട്ട് ഉള്ളിലേക്ക് ചെന്നപ്പോ ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ രക്തക്കൊഴുകുന്നുണ്ട് എന്നാണ്, പല ഭാഗത്തും രക്തത്തിന്റെ പാടുകളുണ്ട് എന്നാണ് മനസ്സിലാക്കണം. ആ പെണ്ണ് അവിടുന്ന് മരിക്കുന്ന സമയത്തെങ്കിലും ഈ ഒപ്പമുള്ള അവിടെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, അവളെ ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ അവനിക്ക് ആ രക്ഷിക്കാമായിരുന്നില്ലേ? കണ്ടുകൊണ്ടവൻ നിന്നില്ലേ മരിക്കുന്നത്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നിലവിളിച്ചിട്ട് പോലും അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ സ്നേഹം നടിച്ചു നിൽക്കായിരുന്നില്ലേ അവൻ? ഇവിടെയാണോ സ്നേഹം എന്ന് പറയുന്നത്? ഇതാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. ആ വ്യക്തി RSS കാരനാണ് എന്നൊക്കെയാണ് ഇന്ന് അറിയാൻ കഴിയുന്ന സംഭവം. പെൺകുട്ടികളായ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രേമം നടിച്ച് അവിടെ ജീവമാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് അല്ലെ? അവസാനം ഇങ്ങനെയൊക്കെ പോകുന്ന ആളുകൾ ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുന്നത്. എത്രയോ സംഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്, തെളിവുകൾ. എന്നിട്ടും നമ്മുടെ കുട്ടികൾ ആരും പഠിക്കുന്നില്ലല്ലോ, അവരാരും ഇങ്ങനത്തെ സംഭവത്തെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാനിങ്ങനെ പോയാൽ എന്റെ അവസ്ഥയും ഇതാണ്. ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ പിറകെ നടന്നാൽ എന്റെ പ്രിയമുള്ളവരെ ജീവിതം ഇങ്ങനെയായിരിക്കും. ജീവിതം പിന്നീട് ഇങ്ങനെയായിരിക്കും. ഒരു കയറിലോ ഒരു ബ്ലേഡിലോ നമ്മുടെ ജീവിതം, നമ്മുടെ മക്കളുടെ ജീവിതം നമ്മൾ തീർന്ന് കാണേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, ഇവിടെ ആ മാതാപിതാക്കൾ അവൻ ഇഷ്ടപ്പെട്ട് നടന്നപ്പോൾ വേണ്ട എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അവൾ കേട്ടോ? വീണ്ടും അവനെ വീട്ടിലേക്ക് അവൻ വിളിച്ചു കരുത്തിയത്, അല്ലെങ്കിൽ അവൻ കയറി വന്നത്, എന്നിട്ട് നടന്ന സംഭവം അവസാനം അവന്റെ ജീവിതം തന്നെ, അവളുടെ ജീവിതം തന്നെ ഇല്ലാതെയായി പോയി. അല്ലാഹു സഹോദരിക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. പൊറുക്കാൻ കഴിവുള്ളവനാണല്ലോ. എത്ര വലിയ തെറ്റുകൾ വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. നഷ്ടമായതായിരിക്കും കൂടെ പിറപ്പുകൾക്ക്, ഉമ്മക്ക്, വാപ്പയ്ക്ക്, മക്കൾക്ക്. ആ പറയുന്ന ആള് പ്രതി ഓൻ കുറച്ചു കഴിഞ്ഞ ഓൻ പുറത്തിറങ്ങും, ഓന്റെ കാര്യങ്ങളൊക്കെ ഓൻ ഓക്കെ, അങ്ങനെ നടക്കും. എന്റെ പ്രിയമുള്ളവരെ, മതത്തിന്റെ പേരിൽ ഇന്നും ഇങ്ങനെ നമുക്കറിയാം. ഇന്ന് RSSന്റെ ശാഖകളിലൊക്കെ ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ, പാവപ്പെട്ട ഒരു നേരത്തെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ വശത്താക്കിയിട്ട് അവരുടെ ജീവിതവും മാനവും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള ചർച്ചകളൊക്കെ എന്റെ പ്രിയമുള്ളവരെ ഇന്നും നിലനിൽക്കുന്നു എന്നറിയുമ്പോഴാണ് നമുക്ക് സങ്കടം.